എല്ലാവർക്കും നമസ്കാരം. മടിയുണ്ടെങ്കിലും ഞാൻ വിചാരിച്ച് 2-3 വീഡിയോ ചെയ്യാം. കാരണം ധാരാളം യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ സിന്ധുവൊക്കെ എപ്പോഴും ഇഷ്ടം പോലെ വീഡിയോസ് ഇങ്ങനെ എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെയൊക്കെ താഴെ പോയി വായിക്കുമ്പോഴാണ് ചിലപ്പോൾ എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റണമെന്നില്ല. യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ആ സ്ഥലത്ത് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത കാര്യം, നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ അതൊരു അറിവ് കൊടുക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും യാത്ര ചെയ്യാറുണ്ട്. പലപ്പോഴും പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എടുത്തില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ പോലും നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും കാണാറുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നിലമ്പൂർ പോയി. നിലമ്പൂർ പോയപ്പോഴൊക്കെ ഭയങ്കരമായ ഓർമ്മകളുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് സുധീഷ് ഹീറോ, ഞാൻ സെക്കൻഡ് ഹീറോ ഒരു പടം ചെയ്തു, ആകാശത്തേക്കൊരു കിളിവാതിൽ. അപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങൾ നിലമ്പൂരാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ കനോലി പ്ലോട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അതുവഴിയൊക്കെ പോയപ്പോൾ ആ തേക്ക് മരങ്ങൾ നിൽക്കുന്ന കണ്ടപ്പോൾ ഇതുവഴി വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് പോയ സ്ഥലമാണ്. പിന്നെ ഈ ഭാരതപ്പുഴ എന്ന് വെച്ചാൽ നമ്മൾ ധാരാളം ഷൂട്ടിങ്, അന്ന് ചെറുപ്പകാലത്ത് സീരിയലോ സിനിമയുടെ ഭാഗങ്ങളൊക്കെ അവിടെ എടുക്കുമ്പോൾ പലപ്പോഴും വറ്റിക്കിടക്കുന്ന ഭാരതപ്പുഴ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് മഴ പെയ്തു കഴിഞ്ഞാൽ നിറഞ്ഞൊഴുകും. ഇത്തവണ ആ പാലം ക്രോസ് ചെയ്യുമ്പോൾ നിറഞ്ഞൊഴുകുകയാണ്. അപ്പോൾ ഇതൊക്കെ പഴയ നല്ല ഓർമ്മകൾ സമ്മാനിക്കും. അപ്പോൾ ഇത് പലർക്കും ഇത് കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നാം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ കുറേ വീഡിയോസ്, പിന്നെ ഓഫീസിലെ കുറേ വീഡിയോസ്, പിന്നെ ഓസിയുടെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഇതൊക്കെ ഞാനും സിന്ധുവും ഞങ്ങളുടെ പിള്ളേരൊക്കെ സംസാരം ഇഷ്ടപ്പെടുന്നവരാണ്. അതായത് വലിയ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ച് അങ്ങ് പോകും. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് ഒരു രസകരമായൊരു ഫൺ വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. പിന്നെ സിന്ധു എൻ്റെ ജിമ്മൊക്കെ എവിടം വരെ? ജിം അടിപൊളിയായിട്ട് പോകുന്നു. എന്നെ കണ്ടിട്ട് തോന്നുന്നില്ലേ? ഇല്ല, ഒന്നും തോന്നിയില്ല, ചോദിച്ചത്. അങ്ങനെ തോന്നുന്നുണ്ടോ? പതുക്കെ തോന്നിയാൽ മതി. ഞാനൊന്ന് നേരെ ജിമ്മിൽ പോയി തുടങ്ങും, അപ്പോഴത്തെ എന്തെങ്കിലും വരും, യാത്ര വരും. ഇത്തവണ കടുത്ത പനിയായിപ്പോയി 2 ദിവസം. ഇന്നും എണീറ്റ് കുളിച്ചു. അതെനിക്കൊന്ന് യാത്രയെല്ലാം കഴിഞ്ഞ്, മാത്രമല്ല സ്ട്രെസ് റിലീഫ് ഫീവർ എന്ന് പറയും. ചിലപ്പോൾ നമ്മൾ അറിയാതെ ചില വിഷയങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളറിയാതെ സ്ട്രെസ് എടുക്കും. എന്തായാലും ഇന്നത്തോടെ പനി തീർന്നു. പിന്നെ ജിമ്മെന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, ഈ പൊതുവെ ആണുങ്ങൾ ജിമ്മിൽ പോകുമ്പോൾ, നിങ്ങൾക്ക് അങ്ങനെയാണ് നിങ്ങളുടെ ട്രെയിനേഴ്സ് പറയുന്നത് അറിയില്ല, എല്ലാവരും അപ്പർ ബോഡിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് കിടന്ന് ചെയ്യും. കാലുകൾക്ക് നമ്മൾ ശരിക്ക് വ്യായാമം ചെയ്യണം. പണ്ട് ഇവിടെ ഗവർണറായിരുന്ന ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് യോഗ പഠിപ്പിക്കാൻ ഒരു ടീച്ചർ വരും. അപ്പോൾ 1/2 മണിക്കൂർ ചെയ്യും. ഈ 1/2 മണിക്കൂറും കാലുകൾക്ക് വേണ്ടി മാത്രമേ ചെയ്യൂ. കാരണം പുള്ളി പറഞ്ഞത് ഏജിങ് സ്റ്റാർട്ട്സ് ഫ്രം ലെഗ്സ് എന്ന്, പ്രായം തുടങ്ങുന്നത് കാലുകളിൽ നിന്നാണ്. ശരിയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു കാലിനെ മാക്സിമം സ്ട്രെങ്തൻ ചെയ്യുക. കാരണം നമ്മുടെ മൊബിലിറ്റി പോയില്ലെങ്കിൽ, നമ്മൾ കാല് വീക്കായി പോയാൽ നമ്മുടെ കാര്യം തീർന്നു. അപ്പോൾ അതെന്നും എൻ്റെ മനസ്സിൽ കിടന്നത്. നമ്മൾ എപ്പോൾ ചെയ്യുമ്പോഴും ഞാൻ കാലുകൾക്ക്, ട്രെയിനർക്ക് പറയും എൻ്റെ കാലുകൾക്കായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കണം. അതുകൊണ്ട് നീയും ഇപ്പോൾ നിനക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ ഒന്ന് തറയിൽ ഇരുന്നിട്ട് എണീക്കുമ്പോൾ അറിയാം, നമ്മൾ കൈയൊക്കെ കുത്തി എണീക്കേണ്ടി വരും. പണ്ട് നമ്മൾ കുത്തിയൊക്കെ എണീക്കും. അതെ, കൈയും മുട്ടും എല്ലാം കൂടെ കുത്തി പണ്ട് നമ്മൾ എത്ര ഈസി ആയിട്ട് എണീക്കുമായിരുന്നു. എനിക്കിപ്പോൾ എൻ്റെ കാലിൻ്റെയാണ് ചെയ്യുന്നത്. ആണല്ലേ? അയ്യോ, എന്ത് വേദനയാണ്, ഭയങ്കര വേദനയാണ്. പക്ഷെ അത് നിത്യം ചെയ്ത് 2 ദിവസം കഴിഞ്ഞാൽ വേദന പോകും. ഞാനിപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ മൊബൈൽ ഈ സോഫയിലൊന്നും ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യില്ല. നമ്മുടെ തറയിൽ കുത്തിയിരുന്ന് ചുമരിലൊന്ന് ചാരിയിരുന്ന് നോക്കി ആദ്യം നമുക്കൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ കാലും മരവിക്കും. പക്ഷെ ഇപ്പോൾ അത് 20 മിനിറ്റ് വരെ നമുക്ക് ഇരിക്കാൻ പറ്റും. എനിക്കത് പണ്ട് ആഹാരം കഴിക്കുന്നതൊക്കെ നമ്മൾ ചമ്മറം പിടിഞ്ഞും എന്തിനാ നമ്മളിവിടെ പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ നേപ്പാളി ആൾക്കാർ കുത്തിയിരുന്ന് ഭക്ഷണം കഴിക്കും. അപ്പോഴവർ പറയുന്നത് വെച്ചാൽ അധികം ഫുഡ് ഇറങ്ങത്തുമില്ല, വയറ് വലുതായിട്ട് തള്ളത്തില്ല. എത്ര ശരിയാണെന്ന് എനിക്കറിയില്ല, ഓരോ നാട്ടിലെ ഓരോ രീതികളാണ്. എന്തായാലും കൂടുതൽ സംസാരിച്ച് മോശമാക്കുന്നില്ല. അപ്പോൾ എന്തൊക്കെ വിഷ്വൽസാണ് ഇതിൻ്റെ പിന്നാലെ കാണിക്കാൻ പോകുന്നത്? ഒന്നും അങ്ങനെ വലുതായിട്ടില്ല. നിലമ്പൂര്, പിന്നെ ഇവിടെ വന്നിട്ട് ജിമ്മിൽ പോയത്, ഓഫീസിൽ പോകും. ഓഫീസിൻ്റെ പ്രത്യേകിച്ച് റംബൂട്ടാൻ പറിക്കുന്നുണ്ട്. അത് ജിമ്മിൽ പോയിട്ട് വന്നാൽ നമ്മൾ അപ്പം കുളിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് വെച്ചാൽ കുറച്ച് നേരം ഗാർഡനിൽ പോയി. അന്നേരം വെയിൽ കാണും. രാവിലെ പോകുന്നുണ്ട്, ഇവിടെ എത്തുമ്പോൾ 9-9:30. അപ്പോൾ അത്യാവശ്യം നല്ല വെയിൽ കാണും. അപ്പോൾ ആ വെയിൽ കൊള്ളുകയും ചെയ്യാം. മരത്തിൽ കയറുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു വിനോദം. പക്ഷേ അന്ന് വലിയൊരു വീഴ്ചയ്ക്ക് ശേഷം അധികം മുകളിലോട്ട് കയറില്ല. എങ്കിലും വീണാലും വലിയ പരിക്കേക്കാത്ത ഹൈറ്റിലൊക്കെ കയറി അത് പറിക്കും. കാരണം മരത്തിൽ കയറുമ്പോഴൊക്കെ ഇങ്ങനെ കാലും കൈയൊക്കെ വലിയും നല്ല പോലെ സ്ട്രെച്ചായി കിട്ടും. അതുകൊണ്ട് പിന്നെ ഓഫീസെന്ന് വെച്ചാൽ എനിക്ക് വളരെ ആനന്ദം തരുന്നൊരു സ്ഥലമാണ്. അവിടുത്തെ സ്റ്റാഫും അവരുടെ ഇവിടുത്തെ ഭക്ഷണം കഴിക്കുന്നതും. ഓസിയുടെ ഇടയ്ക്ക് വരും ഭക്ഷണം കഴിക്കാൻ. കഴിഞ്ഞ ദിവസം നീ ഉണ്ടായിരുന്നല്ലോ. ഭയങ്കരമല്ല, വളരെ നല്ല ഒരു ഫീല് തരുന്നൊരു സ്ഥലം ഓഫീസ്. അങ്ങനെ ഇതിലെല്ലാം കൂടി ചേർത്ത് ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഈ വിഷ്വൽസ് ഒക്കെ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യോ, ഞാൻ എഡിറ്റ് ചെയ്ത് തരണോ?
നീ ഇപ്പോൾ പണിയൊന്നും ഇല്ലായിരിക്കില്ല, നീ അങ്ങ് എഡിറ്റ് ചെയ്യും. എനിക്ക് എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയമില്ല കിച്ചു. എന്താ സമയമില്ലാത്തത്? എനിക്ക് സമയമില്ല. സമയമൊക്കെ ഉണ്ട്. നമ്മളത് നീ അനാവശ്യമായിട്ട് ഈ നടന്നോടൊപ്പം മറ്റേതിനായിട്ടൊക്കെ സമയം കുറച്ചാൽ മതി, എല്ലാത്തിനും സമയം കിട്ടും. അതിന് ഭയങ്കര ക്ലെൻലിനെസ് നല്ലതാണ്. സന്തോഷം പറയുന്നത് എന്താ പറയുക എൻ്റെ അടുത്ത്, എൻ്റെ ചേട്ടൻ എന്തോ മാനസിക പ്രശ്നമുണ്ട്, ഇങ്ങനെ വൃത്തി നോക്കാൻ തുടങ്ങി ചേട്ടൻ എങ്ങനെ ജീവിക്കും? അപ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ചില പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ സന്തോഷം ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വാ, സിന്ധുവിൻ്റെ സംഭവം കണ്ട സന്തോഷം ബോധം കിട്ടും താരം. എന്റെ വൃത്തി പ്രശ്നം കണ്ടിട്ട് സന്തോഷം പറയുന്നത് എനിക്കെന്തോ മാനസിക പ്രശ്നമുണ്ട്. അപ്പൊ നിന്റെ കാര്യം പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും വട്ടാന്നിരിക്കും. അതെ എന്തോ കുഴപ്പമുണ്ട്. അപ്പോൾ ഇനി കിച്ചുവിന്റെ വിഷ്വൽസ് എല്ലാം നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഓക്കെ കമോൺ. വരും. 15-ാം തീയതി വൈകുന്നേരം ഞങ്ങൾ ഇവിടുന്ന് ട്രെയിൻ മാർഗം തൃശ്ശൂരിന് പോയി. കുറച്ച് വൈകിയാണ് ഇവിടെ എത്തിയെങ്കിലും രാവിലെ എണീറ്റു, കാരണം നല്ല മഴ പുറത്ത്. അപ്പോൾ ചെറുപ്പകാലത്ത് തന്നെ മഴ നനയാനും അത് കാണാനും ഒക്കെ വലിയ ഇഷ്ടമാണ്. എന്നെപ്പോലെ ഇഷ്ടപ്പെടുന്ന ധാരാളം പേരുണ്ടാവും. അപ്പോൾ ഞാനത് വെറുതെ റെക്കോർഡ് ചെയ്തു, കാരണം വളരെ രസമായിരുന്നു മഴ ദൂരെ നിന്നിങ്ങനെ വരുന്നതും ഞങ്ങളുടെ കെട്ടിടത്തിലോട്ട് എത്തുന്നതൊക്കെ കാണാൻ. പിന്നീട് ഭാഗ്യൻ വന്നു, എൻ്റെ സുഹൃത്താണ്, പ്രിയ സുഹൃത്ത്. ഭാഗ്യനോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ റോഡ് മാർഗം നിലമ്പൂരിന് യാത്ര തിരിച്ചു. നല്ല ഭംഗിയാണ് നിലമ്പൂർ യാത്ര. ഇത് തന്നെ കനോലി പ്ലോട്ട് എന്ന് പറഞ്ഞ് മനുഷ്യനിർമ്മിതമായ തേക്കിൻ്റെ വനം എന്നാണ് പറയുന്നത്. ബാപ്പൂട്ടിയാണ് കാർ ഓട്ടിക്കുന്നത്. ബാപ്പൂട്ടി ഇങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും പറയും ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാപ്പൂട്ടിയെ പരിചയപ്പെടാം. ബാപ്പൂട്ടി നമസ്കാരം. കൂടെ സന്തോഷമുണ്ട്. സന്തോഷത്തിൻ്റെ പിന്നിലിരുന്ന് നല്ല പ്രകൃതി സൗന്ദര്യം. ഞങ്ങൾ പോകുന്നത് ഏത് റൂട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മള് പിന്നെ അത്താണിന്ന് ആറങ്ങോട്ടുകര വഴി കൂട്ടുപാത, അങ്ങനെ തലശ്ശേരി കൂട്ടുപാത. ഒന്നും പിടിയില്ല. വാപ്പൂട്ടി കൊണ്ടുപോകുന്നു, നമ്മൾ ഇരുന്ന് കൊടുക്കുന്നു. നമ്മൾ നല്ല രസരസാണ് കുറെ പോകുമ്പോണ്ട്. നല്ല വിഷപ്പ്. കഴിച്ചിട്ട് കാറി ഇരുന്നൊന്ന് ഉറങ്ങാം. അല്ലേ സന്തോഷം? സന്തോഷത്തെ സാധനം വന്നു. ഇത് സന്തോഷത്തെ വീക്ക്നെസ് കൂടിയാണ്. പപ്പടം ഇല്ലെങ്കിൽ കരച്ചില്ല. കുറച്ച് ഞാൻ കിട്ടത്തില്ല. കട്ടി പപ്പടം മാത്രം കഴിച്ചു കളയും 5-6 ഒക്കെ. ഭാരതപ്പുഴ കടന്ന് ഞങ്ങൾ മുന്നോട്ട് വന്ന് കയറും. ഈ ജംഗ്ഷൻ്റെ പേരെന്താ? ഏതാ? ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ. നിലമ്പൂരിലെത്തിയപ്പോൾ പാർട്ടിയുടെ എല്ലാ നേതാക്കളും ഉണ്ടായിരുന്നു. അവരോടൊപ്പം കുറച്ചു നേരം ചെലവഴിച്ച ശേഷം നേരെ വേദിയിലേക്ക് പോയി. വളരെ നല്ലൊരു പരിപാടിയായിരുന്നു. പരിപാടിയിൽ പങ്കെടുത്ത ശേഷം അന്ന് രാത്രി തന്നെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് യാത്രയായി. റെയിൽവേ സ്റ്റേഷനിൽ ശ്രീ എം എ ബേബി, ശ്രീ പന്തളം സുധാകരൻ, ശ്രീ രമേശ് ചെന്നിത്തല ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. രാവിലെ തിരുവനന്തപുരം എത്തി നേരെ തന്നെ ജിമ്മിലോട്ട് പോയി. കാരണം എന്തൊക്കെയാണെങ്കിലും അത് മുടക്കിയാൽ ഒരു സുഖക്കുറവാണ്. അതുകൊണ്ട് അവിടെ അധിക നേരമൊന്നും ചിലവഴിക്കില്ല, ഒരു 1-1.25 മണിക്കൂർ ചിലവഴിക്കും. അത് ഞാൻ വളരെ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നും കുറച്ച് വേർത്ത് കഴിഞ്ഞാൽ അതൊരു സുഖമാണ്. അതുകൊണ്ട് പരമാവധി തളരുന്നവരെയൊക്കെ ചില ദിവസങ്ങളിൽ പെട്ടെന്ന് തളർന്നു പോവും. അന്നും യാത്ര കഴിഞ്ഞ് വന്നുകൊണ്ട് അധികം വ്യായാമം ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു, എങ്കിലും കഴിയുന്നത്ര ചെയ്തു. അപ്പോൾ ഞാൻ ട്രെയിനറോട് പറയും ചിലതൊക്കെ കൂടുതൽ ചെയ്യാൻ പറയും. ഞാൻ പറയും മതി എന്ന് പറയും. അങ്ങനെ ജിമ്മ് തീർത്തിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി വെയിൽ കൊള്ളാൻ ഇഷ്ടമായതുകൊണ്ടും പെട്ടെന്ന് കുളിക്കേണ്ട തോന്നുന്നതുകൊണ്ട് റംബൂട്ടാൻ കുറച്ച് പറിക്കും. റംബൂട്ടാൻ പറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓഫീസിൽ പോകുമ്പോഴും പിന്നെ കുറേ കൂട്ടുകാർക്കും എല്ലാവർക്കും അത് കൊടുക്കാമല്ലോ. അങ്ങനെ വിളഞ്ഞ റംബൂട്ടാൻ നോക്കി കുറച്ച് പറിച്ചു. അത് പലർക്കും കൊടുക്കും. എപ്പോഴും നമ്മൾ കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ഹാജ. ഇനിയിപ്പോൾ ഓഫീസിൽ എനിക്ക് കൊടുക്കണം. പിന്നെ സിന്ധുവിൻ്റെ കുറേ ഫ്രണ്ട്സ്. സിന്ധുവൊക്കെ എനിക്കൊന്ന് അന്ന് തന്നെ ചെന്നൈക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുലുവിന് കൊടുത്തു. അഹാനയുടെ കൂട്ടുകാരുണ്ട് ചെന്നൈയിൽ,
അവർക്കുമുണ്ട് കുറേ കൊടുത്തു. അതുകൊണ്ട് റംബൂട്ടാൻ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ഫ്രൂട്ടാണ്. കാരണം ഇത് സാധാരണ ഒരു മാങ്ങയും ഇതൊക്കെ കൊടുക്കുന്ന പോലെയല്ല. മാങ്ങയൊക്കെ എല്ലായിടത്തും സുലഭമായിട്ട് കിട്ടുമല്ലോ. അതേസമയം ഇതങ്ങനെ എല്ലായിടത്തും കിട്ടുന്നൊരു സംഭവമല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ റംബൂട്ടാൻ ഇപ്പോൾ എല്ലായിടത്തും ആയി തുടങ്ങിയെങ്കിലും ഈ മഞ്ഞ റംബൂട്ടാൻ അധികം കിട്ടാറില്ല. അപ്പോൾ അതൊരു സുഖവും അതിലൂടെ കുറച്ച് സ്നേഹവും ഉണ്ടാക്കാമല്ലോ നമുക്ക്. നല്ല വിളഞ്ഞതാണ്. നല്ല വിളഞ്ഞതാണ്. അതുകൊണ്ട് ഈ ചുവപ്പ് നിറം വരുന്നത്. പലപ്പോഴും റംബൂട്ടാൻ കഴിക്കുന്നതിനേക്കാൾ ഒരു സുഖം കിട്ടുന്നത് നല്ല പഴുത്ത റംബൂട്ടാൻ ഇങ്ങനെ കഴുകി മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാനാണ്. സി ദിവാകരനെ ഒരു പൊതുപരിപാടിയിൽ വെച്ച് കാണാൻ കഴിഞ്ഞു. വലിയ സന്തോഷം തോന്നി. പിന്നെ സിനിമാ മേഖലയിൽ നിന്ന് ശ്രീ രഞ്ജി പണിക്കർ, സുരേഷ് ഏട്ടനും മേനക ചേച്ചിയും, രഞ്ജി പണിക്കരുടെ സഹോദരൻ്റെ മോൻ്റെ കൊണ്ട് കല്യാണമായിരുന്നു. കാര്യമൊന്നും അറിയുന്നില്ല, അങ്ങ് പോകും. കാരണം ഈ പൊതുരംഗത്ത് വന്നതിന് ശേഷം ഇന്ന കല്യാണം ഒന്നുമില്ല, വിളിക്കുന്നതിനൊക്കെ അങ്ങ് പോവും. കുറേ ആളുകളെ കാണാം, ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാം, പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാം. ആരൊക്കെയോ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ ആളുകളുടെ ഇടയിൽ കൂടി സഞ്ചരിക്കാനും. ആളുകൾ പല തരത്തിലുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ അങ്ങനെയാണ് നമുക്കും പല അറിവുകൾ കിട്ടും. അപ്പോൾ ഞാനതിലെ കുറേ പേര് ആരൊക്കെയാണെന്ന് പോലും ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടതാണ്. ഇതിപ്പോൾ രാജീവ് നാഥ് സാറിന് നടക്കാൻ എന്തോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വേദി നിറങ്ങുന്ന സമയത്തായിരുന്നു അദ്ദേഹം നടന്നു വരുന്നത്. പുറത്തിറങ്ങിയപ്പോൾ വേറെയും പലരെ കണ്ടു. അവരുടെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു. ഇതെൻ്റെ കൂടെ പഠിച്ചിരുന്നതാണ്, മനു എന്നാണ്. SFIയുടെ വലിയ നേതാവായിരുന്നു ഞങ്ങൾ പഠിക്കുന്ന കാലത്ത്. അങ്ങനെ കുറേ പേർക്ക് കയ്യെ കൊടുത്ത് കല്യാണത്തിന് ഇറങ്ങുമ്പോൾ സുധീർ വരുന്നുണ്ടായിരുന്നു. സുധീർ കല്യാണത്തോട് കയറുകയായിരുന്നു. പിന്നെ കുറേ പേർക്ക് ഇതുപോലെ വീണ്ടും ആദ്യമായിട്ട് വന്ന് പരിചയപ്പെടുന്നവരതൊക്കെ ഫോട്ടോ എടുത്തു. അപ്പോൾ അവർക്കും ഒരു സന്തോഷം, നമുക്കും ഒരു സന്തോഷം. എന്തൊക്കെയോ സംസാരിച്ചു. അപ്പോൾ സിന്ധു കൂടെ ഉണ്ടായിരുന്ന പറഞ്ഞു, എന്തോന്ന് കിച്ചു ഇങ്ങനെ സംസാരിച്ചെന്ന് വീടെത്തണ്ടേന്ന് ചോദിക്കും. പക്ഷേ എനിക്ക് ഇതൊരു വലിയ ഊർജ്ജമാണ്. ഇങ്ങനെ ആൾക്കാർ തൊട്ടും ഇടപഴകിയും സംസാരിച്ചൊക്കെ പോകുമ്പോഴത്തേക്ക് ഭയങ്കര വളരെ വലിയൊരു എനർജി ദേഹത്ത് കയറും. ഇന്ന് ഓസി നമ്മുടെ ഓഫീസിൽ വന്നു. ജയരാജൻ ഗാഥയുടെ പ്രിപ്പറേഷനിൽ അങ്ങനെ ഓസി തകർത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഞാൻ രസം എടുത്തില്ല. എനിക്ക് രസം അത്ര ഇഷ്ടമല്ല. എനിക്ക് മാങ്ങാക്കറി ഇഷ്ടം. മാങ്ങാക്കറി അച്ചാറാണ് അത്. കറിയുണ്ട്. ആ കറി ഓക്കെ. എനിക്ക് പച്ചമാങ്ങ പറക്കിയിട്ട് എന്ത് സാധനമായാലും ഇഷ്ടമാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഗർഭിണിയായപ്പോഴല്ല, അതിന് മുമ്പ് മുമ്പും ഞാൻ അങ്ങനെയാണ്. എനിക്ക് പച്ചമാങ്ങയോട് ക്രേസാണ്. നീ എന്തൊക്കെ ഉണ്ടാക്കാറുണ്ട്? പച്ചമാങ്ങ മുറിച്ചിട്ട് നീ പപ്പടം വരെ പൊടിച്ചിട്ട് കഴിക്കൂ അല്ല? എന്തൊക്കെയോ ചെയ്തുവരണം വെച്ചാൽ പച്ചമാങ്ങയിൽ പുളിവെള്ളം കോരി ഒഴിച്ച് അത് കലക്കി അങ്ങനെ തിന്നും. ഞാൻ അങ്ങനെ കഴിക്കും. പുളി ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോ എടുക്കുമ്പോൾ ശ്വാസമൊക്കെ വിടുന്നു, ഇങ്ങനെ ഏറെ പിടിച്ച് നിൽക്കാതെ. അടുത്ത് നിൽക്കുന്ന അർജുൻ ഓക്സിജൻ കിട്ടുന്നില്ല. ഉള്ളത് മൊത്തം ജയരാജ് പിടിച്ച് വയറൊക്കെ അകത്താക്കി. ഏറെ വിട്. ഇതൊന്നും ജയരാജൻ ഉണ്ടാക്കിയ അച്ചാറാണ്. സൂപ്പർ അച്ചാറാണ്. പക്ഷെ അച്ചാർ ചോറിനേക്കാൾ വരെ നീ കഴിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ വെച്ചായിരിക്കും ചോറ് കഴിക്കുന്നു. ആണ്ടേ അച്ചാർ വെച്ച പാത്രത്തിൻ്റെ അവസ്ഥ. അല്ല, കാരണം എനിക്ക് ഹാർഡ് ബോൺ ഉണ്ടായിരുന്നത് നിന്നു. അപ്പോൾ അത് നിന്നപ്പോൾ ഞാനത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിച്ചിരുന്നോ? വെരി ടേസ്റ്റി, നല്ല ടേസ്റ്റാണ്. ഇത് ആക്ച്വലി രസവും പൊട്ടറ്റോവും അച്ചാറും അശ്വിൻ്റെ ഫേവറേറ്റ് ഫുഡാണ്. അയാളത് അറിയാതെയാണ് ഓഫീസ് ടൈമായെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടിയത്. ഇത് കണ്ടെങ്കിൽ അയാൾ തിന്നിട്ടേ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എൻജോയ്. താങ്ക് യു ഫോർ കമ്മിങ് ടു മൈ ഓഫീസ്. ഇവിടെ ഓഫീസിൽ ഓസി അവിടെ നിന്നിട്ട് തകർത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. വളരെ ലിമിറ്റഡ് ഫുഡാണ്, പക്ഷേ
കുറച്ച് തകർത്ത് ഇനി എന്താ കഴിക്കാത്തത്? ഞാൻ വീട്ടിൽ നിന്ന് മീൻകറി ഉണ്ടാക്കി. ആരുണ്ടാക്കി? ഞാൻ. ഓ, അതും കിച്ചുവിൻ്റെ ചേട്ടൻ്റെ ഭാര്യയുടെ റെസിപ്പി. സജിനിയുടെ റെസിപ്പി. സജിൻ 2 ദിവസം മുമ്പ് മീൻകറി വീട്ടിൽ കൊണ്ടു. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ അറിഞ്ഞില്ല. സജിനി മറ്റേ രസവട കൊണ്ടുവന്നു. സൂപ്പർ ടേസ്റ്റ്. കിച്ചുവിന് രാവിലെ നമ്മൾ മീൻകറി ഇങ്ങനെ എടുത്ത് തരും. രസവടയിൽ തന്നത് അങ്ങനെയൊന്നുമില്ല. പണ്ട് നമ്മൾ ഓർമ്മയുണ്ട്, തലേ ദിവസത്തെ മീൻകറി എടുത്ത് ചൂടാക്കിയാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 2 കരിയേപ്പിലൊക്കെ ഇട്ട് നമ്മൾ തിളപ്പിച്ച് കഴിക്കുന്നത്. ഞാൻ ഇന്നലെ മീൻകറി ആക്കിയപ്പോൾ ഞാൻ അത് കഴിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ തികയത്തില്ല. അപ്പോഴാണ് അതല്ല, സന്തോഷ് ദുഃഖിതെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷിന് വീട്ടിൽ പച്ചക്കറി താങ്ങാൻ വയ്യാഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് നോൺ വെജ് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടെയും പച്ചക്കറി. സന്തോഷമൊന്നും മിണ്ടുന്നില്ല. അതല്ല, പക്ഷെ ഒരു കാര്യം, ഇപ്പോൾ ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് ഇത് ടേസ്റ്റും വളരെ കൺട്രോൾഡ് ഫുഡ് ആൻഡ് വെരി കംഫർട്ടബിൾ ഫോർ ദ സ്റ്റൊമക്ക് ഓൾസോ. അതാണ് എൻ്റെ പ്രത്യേകത. എന്ത് പറയുന്നു സന്തോഷ്? വയറിന് ഏറ്റവും സൂപ്പർ ഫുഡ്. അതാ. കാരണം നമുക്കറിയാം എന്താ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്, മനസ്സിലായില്ലേ? ഓ, അതുകൊണ്ടാണ് ഫുഡിന് ടേസ്റ്റ്. എന്തോന്നടേ, എന്ത് തള്ളാണ് എൻ്റെ അമ്മോ, സൂപ്പർ തള്ളു. ഇവിടെ എന്തെങ്കിലും എന്നും ഭയങ്കര തിരക്കല്ലേ, ഞാൻ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എപ്പോഴാണ് വീട്ടിലോട്ട്? ഞാൻ എന്തായാലും കുറച്ച് നേരം കിടന്ന് ഉറങ്ങാന്ന് വെച്ചു. കാരണം ഇന്ന് രാവിലെ നിലമ്പൂരിൽ എത്തിയിട്ട് ട്രെയിനിൽ ഉറങ്ങിയോന്ന് വെച്ചാൽ ഉറങ്ങി. പക്ഷേ ഉറക്കം ഒരു സുഖകരമായ ഉറക്കമല്ലല്ലോ. പിന്നെ വന്നിട്ടും രാവിലെ എണീറ്റൊക്കെ ജിമ്മിൽ പോയി. ഉച്ചയ്ക്ക് അല്ലല്ല, അതുകൊണ്ട് എന്താണെന്നറിയോ, വെയിറ്റ് താന്ന് വന്നുകൊണ്ടിരിക്കുക. എന്തായാലും നിറയെ ടെൻഷനും മറ്റേതൊക്കെ. അപ്പോൾ വെയിറ്റ് അങ്ങ് പൊട്ടും. എല്ലാത്തിനും ഒരു ഗുണവശം ഉണ്ടല്ലോ, ആ ഗുണവശം അങ്ങ് ഉപയോഗപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് അതൊട്ടും ഓവറല്ല. മറ്റാരെങ്കിലും പോകുന്നു ഓവറും നീ പോകുന്നൊക്കെ. ഞാൻ രാവിലെ തിരക്കാട് പോയില്ല, അമ്മൂനെ എയർപോർട്ടിൽ വിട്ടു. ഇപ്പോൾ ഈ ഫ്ലൈറ്റിൽ കയറി പോകുമ്പോൾ ലാൻഡഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് കിട്ടുമ്പോൾ ഇപ്പോൾ സമാധാനമുണ്ട്. എന്തിനാ അങ്ങനെ കരുതുന്നത്? എന്താ അങ്ങനെ കരുതി? അങ്ങനെ കരുതാൻ പാടില്ല. കാരണം ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദി സേഫസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. ലോകത്ത് നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ രാവിലെ നീ കാർ എടുത്തിറങ്ങുന്നു, ഡ്രൈവർ ആരെങ്കിലും കാറ്റോ എഞ്ചിൻ ഓയിൽ എന്തെങ്കിലും ചെക്ക് ചെയ്യുന്നുണ്ട്. ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ടേക്ക് ഓഫിന് മുമ്പ് എവറിത്തിങ് ഈസ് ചെക്ക്ഡ്, എന്നിട്ട് ഓക്കെ അടിച്ചിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഹാപ്പൻസ്. ഒരു 1,00,000 ഫ്ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ഒരെണ്ണം പോകുന്നു. അതെന്ന് വെച്ചാൽ നമ്മൾ ആ ഫ്ലൈറ്റ് കമ്പനിയോ അല്ലെങ്കിൽ ഇതിനെയോ ഒന്നിനും നമ്മൾ കുറ്റം പറയാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. നമ്മുടെ ദേഹത്ത് കിടക്കുന്ന കുറ്റമേ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ നെവർ ബ്ലെയിം ഫ്ലൈറ്റ്സ് ഓർ പൈലറ്റ്സ് ഓർ എനിബഡി. എന്ത് പറയും സന്തോഷ്? ശരിയല്ലേ? താങ്ക് യു സന്തോഷം. എടുക്ക്. ഞാനത് ഇത്രയേ ഉള്ളൂ റംബൂട്ടാൻ. N35 മഞ്ഞ. ഭയങ്കര മധുരം. കടിച്ചെടുക്കുക ചേരാ, ഇല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസൊക്കെ പോവും. ആ അപ്പോൾ കൈ മുഴുവൻ ആയത് കണ്ടോ? അതാണ് എൻ്റെ പ്രശ്നം. N35 മഞ്ഞ. അതെ, ഭയങ്കര ടേസ്റ്റ് അല്ലേ? ഞാൻ വീട്ടിൽ പറിച്ചു, നീ കഴിക്കത്തേ ഇല്ല. ഞാൻ അവിടെ പറിച്ച് എപ്പോഴും വെക്കാറുണ്ട്, നീ കാണാത്തതുകൊണ്ടാണ്. വെരി ആക്ച്വലി ഞാൻ ഇന്ന് രാവിലെ പറിച്ചപ്പോൾ കാണിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ റെഡ് കളർ വരും. ആ റെഡ് കളർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അസാമാന്യ ടേസ്റ്റാണ്. എനിക്കറിയാം, ഞാൻ അതല്ല ആദ്യം ഇതിൻ്റെ കൊലകൾ ഓർമ്മയെടുത്തു. ഓക്കെ, ഹായ് അശ്വിൻ. ഹലോ. അശ്വിൻ്റെ പ്ലേറ്റ് കാലിയാണ്. അശ്വിനൊന്ന് ദോശ ഓസി അടിച്ചു മാറ്റി. ഞാൻ അടിച്ചു മാറ്റിയതല്ല, ഇത് എൻ്റെ 2ാമത്തെ ദോശ. അയാളുടെ 2ാമത്തെ ദോശ അയാൾ മണപ്പിച്ച് മൂക്കി കൂടെ കയറ്റി. അടിപൊളി. നീ എന്തോ കഴിക്കുന്നത്? അമ്മ ഇന്നലെ ആക്കിയ മീൻകറി, അത് ഇന്നായപ്പോൾ ടേസ്റ്റ് കൂടി. അതെങ്ങനെയാടാ? പണ്ട് രാത്രി മീൻകറി ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ചട്ടിയിൽ വെച്ചേക്കും. അടുത്ത ദിവസം രാവിലെ എടുത്ത് തിളപ്പിച്ച്, ആഹാ ദോശ വന്നല്ലോ, അതിൽ കുറച്ച് വെളിച്ചെണ്ണ, തിളച്ച് വരും, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിന് കുറച്ച് കരിയേപ്പിലൊക്കെ ഇട്ടിട്ട് എടുത്ത് കഴിച്ചാൽ അതൊരു നീ മാനത്ത് നോക്കിയിരിക്കാതെ. നിൻ്റെ വീഡിയോയ്ക്കകത്ത് എപ്പോഴും ഫാനിൻ്റെ സൗണ്ട് കാരണം ഓഡിയോ ക്ലിയർ അല്ല. ഓർഗാനിക്. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ സൗണ്ട് റിയൽ.
പാട്ട് റിയൽ ആണെങ്കിൽ പോലും എന്നാൽ പിന്നെ വീഡിയോ എടുക്കണ്ട, നീ ഒരു ഇരുട്ടത്തിരുന്ന് സംസാരിക്കും. എന്തിനാ ലൈറ്റുള്ള അല്ല അതാ പിന്നെ. അപ്പോൾ ലൈറ്റ് വേണം, അതുപോലെ സൗണ്ടും വേണം. ഓഡിയോ ക്ലാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. അത് വേണ്ട, ഞാൻ ഫോൺ എൻ്റെ അടുത്തിരിക്കുകയാണ്. സമജ്കയാ? ആ ഇതെന്ത് കറിയാണ് സിന്ധു? ലക്ഷ്മീസ് കറി, ആന്റിയുടെ കറി. നമ്മുടെ കൊച്ചുലക്ഷ്മി. ലക്ഷ്മിയുടെ കറി. കൊച്ചുലക്ഷ്മി. ലക്ഷ്മിന്റെ ആ വീട്ടില് പണ്ട് മീന ചേച്ചിയുടെ വീട്ടിൽ ഞങ്ങൾ പോകുമ്പോൾ മീന ചേച്ചിയുടെ അവിടെ ഇതുപോലത്തെ കറി ഒരു വലിയ പാത്രത്തിൽ ഒരു 10-60 ഓളം ഇഡലി എപ്പോൾ ചെന്നാലും ആക്കി വെക്കും. കോളേജിൽ നിന്ന് എത്ര കുട്ടികൾ അവിടെ വന്നാലും ലിറ്ററലി ഒരു സത്രം പോലെ ഞങ്ങളുടെ കയറി ഇറങ്ങി വരുന്നത്. ആർക്ക് വേണോ വരാം, കഴിക്കാം. അത്ര വെൽക്കമിങ് ആയിരുന്നു ഗണേഷ് ചേട്ടനും മീന ചേച്ചി. ലക്ഷ്മിയും ബ്രാഹ്മണല്ല. 60 ഇഡലിയിൽ കുറച്ച് 58 വരും. 60 തരത്തില്. അന്ന് അവർക്ക് ഒരു കുക്ക് ഉണ്ടായിരുന്നു, ഒരു അമ്മച്ചി. മിക്കവാറും ഇപ്പൊ കാണാൻ വഴി കാണും. ദിസ് ഇസ് ലൈക്ക് അറൌണ്ട് 35 ഇയേഴ്സ് ബാക്ക് ഐ എം ടോക്കിംഗ് അബൌട്ട്. ആ സമയത്ത് ആൻഡ് അന്ന് അവിടെ പക്ഷെ ആ കറിയുടെ ടേസ്റ്റ് ഇങ്ങനെ നല്ല കേട്ടോ, മച്ച് ബെറ്റർ ആണ്. നമ്മൾ അതിനൊന്നും ചെയ്യുമ്പോൾ പക്ഷെ എന്നാലും അശ്വിന് ഇഷ്ടപ്പെട്ടു. തട്ടിക്കൂട്ട് കറി അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഓരോരുത്തർ ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നീ നാരങ്ങ വെള്ളം കൂടി കുടിക്കുന്നല്ലേ? ഫൈൻ. ഓക്കെ, സോ എൻജോയ് യുവർ ഡിന്നർ. നമ്മളിപ്പോൾ എല്ലാ ദിവസവും ദോശ യാ എനിക്ക് ഇനിയും നമ്മൾ പണ്ടൊരു വീഡിയോ ഉണ്ടാക്കി ഓർമ്മയുണ്ടോ സാറിൻ്റെ സർവ്വ ധ്രുവംസ അല്ലേ? ധ്രുവംസ വെച്ച് അത് കണ്ടിട്ട് അശ്വിന്റെ ഫ്രണ്ടല്ലേ വിളിച്ചു പറഞ്ഞു സോഹൻ. എന്ത് പറഞ്ഞു? സഹിക്കാൻ പറ്റുന്ന കൊതിയാവുന്നത് കണ്ടിട്ട് അതിനകത്ത് നമ്മൾ തള്ളി മറിച്ചു. നമ്മളുണ്ടാക്കിയ ജ്യൂസ് നമ്മൾ കുടിച്ചിട്ട് നമ്മൾ തന്നെ ആരെ വാ. അതുപോലെ 5-6 വീഡിയോ ഉണ്ടാക്കണല്ലോടാ, കുറേ ദിവസമായി. ഈ ഗർഭിണിയതിന് ശേഷം നല്ല വീഡിയോസ് ഒന്നും ഉണ്ടാക്കി. അന്ന് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു, പക്ഷെ എന്നെ കണ്ടാ പറയത്തില്ല ഞാൻ വയറ് വിരിഞ്ഞായിരുന്നു. വയറ് വന്നതിന് ശേഷം നമ്മളൊരു നല്ല വീഡിയോ ഉണ്ടാക്കിയില്ല. ആരുടെ വയറാണ് ഇനി എടുക്കുമ്പോഴത്തേക്കും വേറൊരാളോടെ കൂടിയിരുന്ന് കുടിക്കുന്നുണ്ടാവും. നിന്റെ വയറിന്റെ കാര്യം നീ എന്തിനാ എപ്പോഴും പറയും? അല്ല, എന്റെ വയറിനേക്കാൾ വലുതാ കിച്ചുവിന്റെ വയറ്. ആഹാ, ഓസിയുടെക്കാൾ ചെറുതാ. ക്യാമറ നീ സെൽഫി വെച്ച് ഞാൻ തീർന്നു. ആര് ഗർഭിണി ചോദിക്കാം. ഞാൻ ജിമ്മിൽ പോയി തുടങ്ങി കിച്ചു ഇറങ്ങി. ജിമ്മിൽ പലരും പോകും, കാര്യമില്ല. അത് പോയിന്റ്, അത് പോയിന്റ്. ലോകത്താണുങ്ങൾ പ്രസവിച്ച ചരിത്രമുണ്ട്. മണ്ടത്തരം പറയാതെ ആളുകൾ അമ്മയ്ക്ക് വേണ്ടി പറയടാ, നീ തള്ളടാ. നീ മാത്രമല്ല അച്ഛന് വേണ്ടി പറയാ, നീ തള്ളടാ. പറ, നീ പറ. ഇനിയിപ്പോ എനിക്കും വയറുണ്ട്, ഞാനത് എന്താ ഇപ്പൊ പറയേണ്ടത് മനസ്സിലാവും. സിക്സ് പാക്ക് ആണ് പറയടാ. ഫാമിലി പാക്ക്. ഇപ്പൊ അച്ഛന് ഞാൻ 6 പാക്ക് ആണ്. പക്ഷെ ആരും അറിഞ്ഞിട്ട് ആരും ഞാൻ പറഞ്ഞിട്ടാണ് നീ പറഞ്ഞത് ആരും വിചാരിക്കും. അതാണ് വേണ്ടത്. ഹൻസിക, ബ്ലോഗ് നീ എന്റെ അച്ഛൻ്റെ അടുത്തൊന്ന് പാടാ. കഞ്ഞിയാണെന്ന് ഇവിടെ എല്ലാരും അറിഞ്ഞു. കഞ്ഞി വന്ന് കഞ്ഞി കുടിക്കും. നീ കഞ്ഞി എന്ന് പറയാം, നിന്റെ കഞ്ഞി എടുത്ത് പറ. അത് മതി. ആരെ വാ. ലൈറ്റ് നിന്റെ മോൻ കാണട്ടെ, ലൈറ്റിൽ കാണട്ടെ. പണ്ട് ഞാൻ ഹൻസിക ചെയ്ത ചില വീഡിയോസ് ഒക്കെ ഇപ്പൊ വീണ്ടും പോകുന്നുണ്ട്. നമ്മുടെ വർക്കൗട്ട് വീഡിയോസ് നീ ഞാൻ സൈക്കിളിലോട്ട് പുറത്ത് അതൊക്കെ സൂപ്പർ ഹിറ്റാണ്. നമുക്ക് 2 ദിവസം സാധനം ഉണ്ടാകും. നിന്റെ എക്സാം എപ്പോ തീരും? കഴിഞ്ഞ എവിടെ? അപ്പൊ നമ്മൾ കുറച്ച് വീഡിയോസ് ഉണ്ടാക്കുന്നു. ഓക്കെ, കുറെ നാളായിടാ ഈ ഷോർട്സ് ഒക്കെ ഉണ്ടാക്കി. ഓക്കെ ഓക്കെ, താങ്ക് യു ചേച്ചി. ചേച്ചിയാ? ഹാപ്പി? ഞാൻ ഹാപ്പി ആയില്ല. അനിയത്തിന്ന് വിളിക്കാൻ. അത് അവിടെ ഏജ് ഫാക്ടർ ഇസ് വർക്കിംഗ്. സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ എന്നെ കണ്ട ഒരു അനിയൻ ലുക്ക് അല്ലേ? അല്ല, വരാനാണെന്ന്. ആ നീ പറ. അടുത്ത ചിങ്ങത്തില് 18 ആകും. ഇല്ല, 2 കൂടെ പോരട്ടെ. ട്യൂഷൻ ക്ലാസ്സിലെ പയ്യനാവും. ഒന്നും കൂടെ കിട്ടിയാ തിന്നു അല്ലേ? 2 കൂടെ ചോദിച്ചാ മോശം മിണ്ടാതിരിക്കുന്നത് അല്ലേ? മനസ്സിലായി. വേണോന്ന് വേണമെന്ന് പറയണം. അല്ലെങ്കിൽ അപ്പച്ചി ദോശക്കല്ല് ഇപ്പൊ എടുത്ത് കഴുകാടും. എനിക്ക് തന്ന 2 നീ എടുത്തു. 5 അല്ലേ നീ പറഞ്ഞ കണക്കാ, നീ എടുത്തതാ. എന്റെ തേർഡ് വൺ, ഞാൻ തേർഡ് നിർത്തി. ഞാൻ ഇന്നലെ ഇഡ്ഡലി ആയിരുന്നു അത്രയും കഴിച്ചത്. തൊണ്ട പോയിരിക്കണം. എന്നാലും ഒരു സുഖമുള്ള ജ്യൂസാണ്.
ഞാനിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നാരങ്ങളും പിന്നെ നാരങ്ങളും കുടിക്കത്തേ ഇല്ല. അത് നീ പണ്ട് പെപ്സി ആയിരുന്നു. ശരിയാണ്. ഇപ്പം അതിന് പകരം ഞാൻ നാരങ്ങ വെള്ളമാക്കി. Healthy drink. This is very healthy. Very healthy. ബട്ട് വിത്ത് ഹണി. ഹണി Yeah, honey is better. പണ്ട് ഇവിടെ വീട്ടിൽ എപ്പോഴും ഹണി വെച്ചാൽ ഈ സത്യം പറഞ്ഞാൽ സാംസങ് ആണ് കേട്ടോ ക്ലാരിറ്റി കൂടുതൽ. No doubt in that. അയ്യോ ഐഫോൺ നിന്നെ കൊല്ലും. ഐഫോൺ പക്ഷെ നമ്മൾ ബ്യൂട്ടിഫൈ ചെയ്യും. അല്ല ഇത് കറക്റ്റ്. നമ്മളെ ബ്യൂട്ടിഫൈ ചെയ്യും ഐഫോൺ. സാംസങ് പക്ഷേ നമ്മൾ എന്താണെന്നുള്ളത് കാണിക്കും. ഞാൻ സിനിമാറ്റിക് ഒന്നുമില്ല, നോർമൽ ഇതിലെത്തി. അപ്പോൾ നമ്മൾ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടാണ്. നിർത്തട്ടെ. താങ്ക് യു. ബൈ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് ഇപ്പോൾ ഈ വീഡിയോ അവസാനിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യം എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ വളരെ ലിമിറ്റഡ് ആയിരുന്നു ഫുഡ്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഞാനൊന്നും വീട്ടിൽ ഇന്നൊക്കെയാണ് നമുക്ക് ഫോൺ സൗകര്യം പറ്റുന്നത്. മറ്റേത് 2-3 കൂട്ടുകാരൊക്കെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരും. ആ സമയത്ത് എങ്ങനെയാണെന്നറിയില്ല ഉള്ള ഭക്ഷണം അഡ്ജസ്റ്റ് ചെയ്ത്, ഒരിക്കലും നമ്മുടെ വീട്ടിൽ ഭക്ഷണം കുറവുണ്ടായിരുന്നു അറിയില്ല. കാരണം ആ വരുന്നവരും എല്ലാവരും എൻ്റെയൊക്കെ ഒരു സമയം ഇതിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം ഒരു തരത്തിൽ അപ്പോൾ ഭക്ഷണം കൊടുത്താൽ കഴിക്കും. എനിക്ക് ആരെങ്കിലൊക്കെ ഭക്ഷണം തന്നാൽ ഞാനും വളരെ സന്തോഷത്തോടെ കഴിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും ഹാജയും ഈ കാര്യം സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഹാജയും പറഞ്ഞു ഹാജയുടെ അച്ഛൻ്റെ വീട്ടിൽ അതിൻ്റെ ആരോ പാലക്കാടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിറച്ച ആൾക്കാർ വരും. അപ്പോൾ ഒരു വരി പോലത്തെ ഒരു ഏരിയയിലാണ് പലരും താമസിക്കുന്നത്. അപ്പോൾ ഹാജ പറയും എൻ്റെ ഉമ്മയും മറ്റവരൊക്കെ എപ്പോഴും അടുക്കളയ്ക്കകത്താ, എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതേപോലെ നമ്മുടെ അമ്മയൊക്കെ ഹാജ നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കും, ഞാൻ അവിടെ പോയി കഴിക്കും. അതിലൊരു ദുഃഖകരമായ കാര്യമുണ്ട്. നമ്മൾ ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല അമ്മമാർ കഴിച്ചിട്ടുണ്ടോ. പലരും ഇതൊക്കെ തരും വളരെ സന്തോഷത്തോടെ, ഒരു പരാതിയും പറയില്ല. അമ്മ ഇത്രയൊക്കെ ചോദിക്കും, നമുക്കൊന്ന് പറഞ്ഞൂടെ എന്തെങ്കിലും നല്ലതുണ്ടാക്കാമായിരുന്നല്ലോ എന്ന് പറയും. പക്ഷേ നമ്മൾ വരുന്നു, കൂട്ടുകാരോടെ വന്ന് കഴിക്കുന്നു, തള്ളി മറിച്ചിട്ടങ്ങ് പോകുന്നു. പിന്നീടാണ് നമ്മളൊക്കെ അറിയുന്നത് ഈ അമ്മമാർ ഭക്ഷണം പലപ്പോഴും കഴിച്ചിട്ടില്ല. അവരെന്തെങ്കിലുമൊക്കെ അവിടെ ഇരുന്നതൊക്കെ കലക്കി കുടിച്ചിട്ട് ഒരു ചായ കുടിച്ചങ്ങ് സമാധാനിക്കും. ഇന്നൊക്കെ ആക്ച്വലി ഞാനിവിടെ ആരെങ്കിലും പറയാതെ വിളിച്ചോണ്ട് വന്ന അതാ ചിരിയിൽ തന്നെ എല്ലാം ഉണ്ട്. ഇവിടെ യുദ്ധം നടക്കും, യുദ്ധമാണ്. അല്ല ഞാൻ ചോദിക്കുക, നിങ്ങൾക്കൊക്കെ ഇത്തരം അനുഭവങ്ങളുണ്ടെങ്കിൽ എൻ്റെ താഴെ കുറച്ച് കിച്ചുവിൻ്റെ അമ്മ പാവം പറഞ്ഞിട്ടുണ്ട് കറിയൊന്നും അവസാനം ഒന്നും കാണില്ല, പിന്നെ ഒരു പുതിയ കറിയാക്കാൻ മടിയായിരിക്കും പിന്നീട്. അല്ലെങ്കിൽ ഒരു മുട്ടക്കറി ആണെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു 10 മുട്ടയായിരിക്കും അല്ലെങ്കിൽ 6 മുട്ടയായിരിക്കും കറി വെക്കുന്നത്. കിച്ചുവും കൂട്ടുകാരും കൂടെ കഴിച്ചിട്ട് പോകും. കിച്ചുവിൻ്റെ അച്ഛനും 2 എണ്ണം മാറ്റി വയ്ക്കും. കിച്ചുവിൻ്റെ അമ്മ വല്ല ചപ്പാത്തി ഒരു പഴവും കൂടെ കഴിക്കുന്നു. പാവം. അല്ല ഇത് എൻ്റെ മാത്രമല്ല, അന്നത്തെ അമ്മമാരുടെ ഒരു പ്രത്യേകതയാണ്. എനിക്കറിയാം ഇത് മുഴുവനായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് കാണുന്നവർക്ക് മനസ്സിലാവും. ഭയങ്കരമായി നമ്മളെ വിഷമിപ്പിക്കുന്നില്ല. ഇപ്പോൾ അമ്മ മരണപ്പെട്ടു, അച്ഛൻ മരണപ്പെട്ടു, സ്വാഭാവികമായ നമുക്ക് വിഷമമുണ്ടാകും. എനിക്ക് അങ്ങനെ വലിയ വിഷമം ഉണ്ടാവില്ല. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് നമുക്കിത് തിരുത്താൻ പറ്റില്ല ലൈഫിൽ. കാരണം അവർ കടന്നുപോയി, അവരെ കാണാൻ കഴിയില്ല. പക്ഷെ ഇപ്പോഴും നമുക്ക് കേൾക്കാം, അവരുടെ ശബ്ദം നമുക്ക് കേൾക്കാം. മാതാപിതാക്കൾ മരിച്ചു പോയവർക്ക് ചിലപ്പോൾ അങ്ങനെയായിരിക്കും. അവർ നമ്മളെ വിളിക്കുന്നത്, അത് പറയുന്നത്, വഴക്ക് പറഞ്ഞത്, ദേഷ്യം വന്നത് ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും, പക്ഷെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനും അമ്മമാർ മക്കളെ നല്ലപോലെ സംരക്ഷിക്കുക, മക്കളും അച്ഛനമ്മമാരെ പരമാവധി സ്നേഹിക്കുക. ലൈഫ് വിൽ ബി ഹാപ്പി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിനും കഴിഞ്ഞ വീഡിയോ കണ്ട് നല്ല കമൻസ് ഇട്ടതിനും കണ്ടതിനും എല്ലാത്തിനും ചേർത്ത് നന്ദി പറയുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ബൈ.